ഡാർക്ക് നെറ്റ് വഴി ലഹരി കച്ചവടം നടത്തിയ കേസിൽ ഇടുക്കി പാഞ്ചാലിമേട്ടിലെ റിസോർട്ട് കണ്ടുകെട്ടാൻ നടപടി ആരംഭിച്ച നർക്കോട്ടിക്സ് കൺട്രോൾ ബ്യൂറോ. ലഹരി കച്ചവടത്തിലൂടെ ഉണ്ടാക്കിയ പണം റിസോർട്ട് വാങ്ങാൻ ചെലവഴിച്ചു എന്ന കണ്ടെത്തലിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി. കേസിൽ അറസ്റ്റിലായ ഡിയോൾ, ഭാര്യ അഞ്ജു എന്നിവരുടെ ഉടമസ്ഥതയിലാണ് ഈ റിസോർട്ട് ഉള്ളത്. എസ് ശ്യാംകുമാർ വിവരങ്ങളുമായി ഇപ്പോൾ ചേരുന്നുണ്ട് കൊച്ചിയിൽ നിന്ന്. ശ്യാംകുമാർ, ഇപ്പോൾ എന്തൊക്കെ നടപടികൾ സ്വീകരിക്കുന്നുണ്ട് വിഷയത്തിൽ NCB? ഉന്മേഷ്, ഈ കേസിൽ ഏറ്റവും പ്രധാനപ്പെട്ട നടപടിയിലേക്കാണ് NCB കടന്നിരിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ ലഹരി കച്ചവടത്തിലൂടെ സ്വന്തമാക്കിയ പണം ഉപയോഗിച്ച് വാങ്ങിയ പാഞ്ചാലിമേട്ടിലെ റിസോർട്ട് കണ്ടുകെട്ടാനുള്ള നടപടികൾ NCB തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ്. ഈ കേസിൽ നേരത്തെ അറസ്റ്റിലായ ഡിയോള്, ഭാര്യ അഞ്ജു എന്നിവർക്ക് പുറമെ എഡിസൺ, അരുൺ തോമസ് എന്നിവർക്കും പങ്കുണ്ട്. ഈ റിസോർട്ടിന്റെ ഓഹരി ഉടമസ്ഥതയിൽ ഇവർക്കൊക്കെ പങ്കുണ്ട്. അതെല്ലാം തന്നെ ലഹരി കച്ചവടത്തിലൂടെ സ്വന്തമാക്കിയ പണമാണ് ഈ റിസോർട്ട് വാങ്ങാനും അതിന്റെ പരിപാലനത്തിനും ഉപയോഗിച്ചത് എന്നുള്ളത് കണ്ടെത്തിയിരിക്കുന്നു. ഈ സാഹചര്യത്തിലാണ് പാഞ്ചാലിമേട്ടിൽ പ്രവർത്തിക്കുന്ന റിസോർട്ട് കണ്ടുകെട്ടാനുള്ള നടപടികൾ ആരംഭിച്ചിരിക്കുന്നത്. ഇതിനു പുറമെ ഇവർ ഈ ലഹരി കച്ചവടത്തിലൂടെ സ്വന്തമാക്കിയ പണം ഉപയോഗിച്ച് വാങ്ങിയ മറ്റ് സ്ഥാപനങ്ങളും വസ്തുക്കളും ഉൾപ്പെടെ കണ്ടുകെട്ടാനുള്ള നടപടികളും ആരംഭിച്ചിട്ടുണ്ട്. ഈ കേസിൽ എഡിസൺ അറസ്റ്റിലായതിന് പിന്നാലെ നടക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നടപടിയാണ് NCBയുടെ ഭാഗത്ത് നിന്ന് പ്രതികൾ ലഹരി കച്ചവടത്തിലൂടെ സ്വന്തമാക്കിയ പണം ഉപയോഗിച്ച് വാങ്ങിയ റിസോർട്ട് കണ്ടുകെട്ടാനുള്ള നടപടി. ശരി, എസ് ശ്യാംകുമാറാണ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.